ശാന്ത ചോദിക്കുന്നു. നമസ്കാരം സാർ, ഞാൻ ശാന്ത. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ കിളിമാനൂർ വില്ലേജിൽ കിളിക്കോട്ടു സ്ഥലത്ത് വർഷങ്ങളായി താമസിക്കുന്നു. ഞാൻ താമസിക്കുന്ന വസ്തുവിന് ഇതുവരെ പട്ടയമില്ല, കരം തീരുവുമില്ല. ഇപ്പോൾ പട്ടയത്തിന് അപേക്ഷിച്ചാൽ ലഭിക്കുമെന്ന് കേട്ടു. ഞാൻ എവിടെ അപേക്ഷിക്കണം? എങ്ങനെ അപേക്ഷിക്കണം? എന്തെല്ലാം രേഖകൾ വേണം? ദയവായി ശാന്തമായി വിശദമായി പറഞ്ഞു തരണമേ സാർ. ഓഫീസർ മറുപടി. ശാന്ത ചേച്ചി, ഭ്രമിക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ താമസിക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയാണോ എന്ന് വില്ലേജ് ഓഫീസ് പരിശോധിക്കണം. വയൽ, തണ്ണീർത്തടം, നദീതീരം, റോഡ് പുറമ്പോക്ക്, റെയിൽവേ ഭൂമി ആണെങ്കിൽ പട്ടയം കിട്ടില്ല. യോഗ്യമായ സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ കുടികിടപ്പ് പട്ടയത്തിന് അപേക്ഷിക്കാം. രണ്ടാമതായി, നിങ്ങൾ വർഷങ്ങളായി താമസിക്കുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ ശേഖരിക്കണം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, ഇലക്ട്രിസിറ്റി ബിൽ, വെള്ളം ബിൽ, വീട് നമ്പർ, പഞ്ചായത്ത് രേഖ, ഒന്നിലധികം വളരെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും. മൂന്നാമതായി, വില്ലേജ് ഓഫീസ് കുടികിടപ്പ് പട്ടയ അപേക്ഷ ഫോം എടുത്ത് ശരിയായി പൂരിപ്പിക്കണം. താമസ കാലയളവ്, വസ്തുവിന്റെ സ്ഥാനം, വീടിന്റെ വിവരങ്ങൾ എല്ലാം സത്യസന്ധമായി എഴുതണം. അപേക്ഷ നൽകിയ ശേഷം വില്ലേജ് ഓഫീസർ സ്ഥലപരിശോധന നടത്തും. റവന്യൂ ഇൻസ്പെക്ടർ, തഹസിൽദാർ എന്നിവരുടെ റിപ്പോർട്ടും വരും. എല്ലാം അനുകൂലമായാൽ യോഗ്യമായ അധികാരി പട്ടയം അനുമതി നൽകും. പട്ടയം ലഭിച്ചാൽ കരം അടയ്ക്കാം. ഇടനിലക്കാരെ ഒഴിവാക്കുക. നിയമപരമായി ഓഫീസുകൾ മൂലം നടക്കുക. ഭാരത് പബ്ലിക് മീഡിയ നിയമബോധവും സാമ്പത്തിക ബോധവൽക്കരണവും നൽകുന്നു.